നമ്മൾ ഇപ്പോൾ ഒരു 4-5 പേര് നടന്നു വരുന്ന സമയത്ത് 4 പേരും നല്ല മര്യാദയ്ക്ക് നടന്നു വരുമ്പോൾ മര്യാദ ഇല്ലാതെ നടന്നു വരികയും വൃത്തം കെട്ട് വരുന്ന ആളുകളെ ആയിരിക്കും പെട്ടെന്ന് ശ്രദ്ധിക്കുക. അതെ, അതുകൊണ്ടായിരിക്കാം. നല്ലൊരു ആൻസർ ആണത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈസ് ഷൈൻ ടോം ചാക്കോ ആക്ടിങ് ഓർ ജസ്റ്റ് ബീങ് ഹിംസെൽഫ്? അതായത് ഷൈൻ ചേട്ടൻ എപ്പോഴും ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കുറച്ച് കൂളായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, എന്ത് ജഡ്ജ്മെന്റലിനെ ഒന്നും ഭയക്കാതെ. അപ്പൊ എപ്പോഴും ഇങ്ങനെയാണോ അതോ ജസ്റ്റ് ഒരു ആക്ടിങ് ആണോ? ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറയിൽ അങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കുന്ന ആളാണോ അതോ are you being yourself? ക്യാമറ നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കുക എന്ന് പറഞ്ഞ ഒരു ആക്ട് ആണത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എല്ലാം ആക്ട് ആണ്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ റൂമിൽ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കണം എന്തെങ്കിലും ആക്ട് ചെയ്യാനല്ലേ. ഓക്കെ, അതൊരു കഥയാണെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിലും കഥാപാത്രമാണെങ്കിലും ഒരു ഇന്റർവ്യൂവിനാണെങ്കിലും ഒരു വാർത്ത വായിക്കുന്ന ആളാണെങ്കിലും എന്താണെങ്കിലും നമ്മളവിടെ ഒരു ആക്റ്റാണ് ചെയ്യുന്നത്. ആ ആക്ട് പിടിക്കാൻ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ. അപ്പൊ പിന്നെ അത് ആക്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാലും നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ കുറച്ച് എല്ലാരും അങ്ങനെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് പറഞ്ഞു. കൂടുതൽ ഇന്റർവ്യൂസിലും എല്ലാവരും ഇപ്പൊ എന്ത് പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൻസേഴ്സ് പറയുന്ന ആൾക്കാർ കാണത്തില്ല. അവർക്ക് അത് ഇഷ്ടമുള്ള ആൾക്കാരല്ല. നമ്മൾ കുറച്ച് ഒതുക്കി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടാണ് തോന്നുന്നതെങ്കിലും അതത്ര ഓപ്പൺ ആയിട്ടൊന്നുമല്ല ഞാൻ മുഴുവനായിട്ടും പറയുന്നത്. എനിക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നതാണ് കുറച്ചും കൂടി ഈസി. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. പിന്നെ ഞാൻ മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ശരിയാണ്. അതെ, ഇനിയിപ്പോ ഞാൻ ഉള്ള കാര്യം കറക്റ്റ് ആയിട്ട് എന്താ നടന്ന കാര്യമെന്ന് പറയാൻ ഉദ്ദേശിച്ചാലും ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമേ അവർക്ക് കേൾക്കാനും താല്പര്യമുള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ അടുത്തിടെ തന്നെ നമ്മുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി വരുന്നു. പക്ഷെ ആ വിധിയെ ആളുകള് അങ്ങനെയല്ല അവർക്ക് കേൾക്കാൻ താല്പര്യം. ആ വിധി അവർ കേൾക്കാൻ താല്പര്യമുള്ള രീതിയിൽ വരണം ആ വിധി എന്നാണല്ലോ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷെ ഇതേ അവസ്ഥ തന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു വിധി വരുന്നു. പക്ഷെ ആ വിധി എല്ലാവരും അംഗീകരിക്കും. ഏതാ മനസ്സിലായ? ഒരു വിധി വരുന്നുണ്ട്, വന്നു. അത് പക്ഷെ ആ കോടതി ശരിയല്ല, കോടതിയുടെ വിധി കറക്റ്റ്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ കോടതിയിൽ തന്നെ വരുന്ന വിധി ആൾക്കാർക്ക് ഓക്കെയാണ്. ഇത് രണ്ടും ഓക്കെ ആവുന്ന ഒരാൾക്കാർക്കാണ്. നമ്മൾ ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്കും കേസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അത് കോടതിയിലെത്തുന്നു. കോടതിയിൽ പിന്നെ നമ്മൾ വക്കീലിനെ വെച്ച് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ നിന്ന് കോടതിക്ക് ബോധ്യമാവുന്ന കാര്യങ്ങളിലൂടെയാണ് വിധി വരുന്നത്. അല്ലാതെ അവിടെ പോയി നമുക്ക് കൈയും കാണിച്ചിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സ്വാധീനിക്കാനൊന്നും പറ്റില്ല. അത് കോടതി പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും. അപ്പൊ കോടതിയിൽ പോവാത്ത ഒരാള് സിനിമകളിലൂടെ മാത്രം കണ്ടിട്ടുള്ള കോടതി, ഞാൻ അതിനു മുന്നേ സിനിമകളിൽ മാത്രമാണ് കോടതി കണ്ടിട്ടുള്ളത്. ശരിക്കും ഒരു കോടതിയിൽ ചെന്നപ്പോഴാണ് അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്ച്വലി നമ്മള് സിനിമയിൽ കാണുന്ന രംഗങ്ങൾ പോലെ അത്ര ഭയങ്കരമായ ഒരു നീളം സംഭവങ്ങളും കൊട്ടിഘോഷങ്ങളും അല്ലെങ്കിൽ ഡയലോഗുകളൊന്നും അവിടെ ഇല്ല. അവിടെ ഒരു വിഷയമുണ്ടാവുന്നു. ആ വിഷയത്തിനെ ചൊല്ലി 2 കൂട്ടർ അവരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൽ ജഡ്ജും പങ്കാളിയാവുന്നു. അതിൽ നിന്ന് കേൾക്കുന്നവന് മനസ്സിലാവും. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അത് പത്രങ്ങളിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല കോടതി മുറികളിൽ വിധി വരുന്നു അല്ലെങ്കിൽ ഒരു സംഭവം തെളിയിക്കപ്പെടുന്നത്. മനസ്സിലായ? അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? വാർത്തകൾ എപ്പോഴും സത്യമല്ല. വാർത്തകൾ മാത്രമാണ്. അത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലേ? നമ്മൾ ഈ ഉണ്ടാക്കുന്ന വാർത്തകള് കാശ് കൊടുത്തല്ലേ ഒരാൾക്ക് കിട്ടുള്ള. പത്രമാണെങ്കിലും എന്താണെങ്കിലും ഈ വാർത്ത വായിക്കുന്നതിന്റെ ഇടയില് പരസ്യം വരുന്നത് എന്തിനാണ്? മാർക്കറ്റിംഗ് അല്ല.
അവർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, പൈസ വേണ്ടേ? അല്ലേ? പൈസ വേണ്ടേ? പൈസ അപ്പൊ അതൊരു കച്ചവടാണല്ലോ. അതെ, എല്ലാം കച്ചവടാണ്. സത്യമല്ല. പക്ഷേ അത് സത്യമെന്ന ധാരണയിൽ ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയും ആളുകളുടെ ഇടയിൽ ഈ തെറ്റിദ്ധാരണ മുതലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അത് കാരണം ഇവർ 2 ചേരികളോ 3 ചേരികളോ ആയി മാറി തല്ലും, പഴിക്കും തമ്മിൽ, അല്ലേ? അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും പുരോഗതി സംഭവിക്കുമോ? ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, ദേഷ്യം പറഞ്ഞ്, ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ഇനി ആരെങ്കിലും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ ഇട്ട് അലക്കും, ഇല്ലേ? അതുകൊണ്ട് നമ്മൾ അത് നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ അവരെയും ക്രൂശിക്കാൻ പോകുന്നില്ല. നമുക്ക് വരുന്ന സാഹചര്യങ്ങളിലും നമുക്ക് വരുന്ന അവസരങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഞാൻ ചെയ്ത് തെറ്റല്ലാതെയോ ആവുന്നില്ല. ഞാൻ എന്നെ ന്യായീകരിക്കാനും നോക്കുന്നതല്ല. ഞാൻ ഒരിക്കലും എൻ്റെ കേസിൻ്റെ കാര്യങ്ങളിൽ ഞാനത് ചെയ്തെന്നോ ചെയ്തില്ല എന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കേൾക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളല്ല ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. അതിനെല്ലാം ഒടിപ്പും പൊങ്ങലും ചേർത്ത് ബലപ്പെടുത്തുന്ന ഒരു, നമ്മൾ പറയില്ലേ, എന്താണ്, ഉണ്ടാക്കിയെടുക്കും. അവിടെയൊക്കെ ഒരു സംഭവം നടക്കും. പക്ഷെ അതിനെ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ ആർക്കും ധൈര്യമില്ല. അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മറ്റു ആളുകളെ അധിക്ഷേപിക്കുകയോ അവരെ വില കുറഞ്ഞു കാണുകയോ അവരുടെ വിഷമം കാണാതിരിക്കുകയോ ഒന്നുമില്ല. കാരണം എനിക്കത് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. നമ്മളപ്പോ എവിടെന്നാ പറഞ്ഞു തുടങ്ങിയെന്ന് അറിയോ? എന്നാ മുന്നേ ചോദിച്ചത്? അല്ലല്ല, ഗൂഗിളിൽ എന്നെ പറ്റിയിട്ടുള്ള എന്തായിരുന്നു? ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എന്റേതല്ലാത്ത ജീവിതത്തിലുള്ള സിറ്റുവേഷനുകളൊക്കെ ഞാൻ അഭിനയിക്കുന്നതാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന സമയത്തും ആക്ടിങ് ആണോന്നല്ല ചോദിച്ചത്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫുൾ ടൈം ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരാളല്ല. പക്ഷെ നിങ്ങൾ ഈ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ആ പറയുന്ന കാര്യങ്ങൾ എനിക്കറിവുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ കാര്യം എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ കുക്ക് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ കുക്ക് ചെയ്ത് പറയുന്നത് എന്താണെന്ന് മറ്റൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവും, കേട്ടാലും മനസ്സിലാവും. ഞാൻ ഒരു തരത്തിലും ഒരു മോശത്തരവും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മോശക്കാരനല്ല എന്ന് പറയില്ല ഞാൻ ഒരിക്കലും. ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള എല്ലാ അഴുക്കും എല്ലാ തെറ്റുകളും എന്നിലുമുണ്ട്. പക്ഷെ അത് മറ്റൊരാളെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ഉള്ളതല്ല. അപ്പൊ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് അഭിനയിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിച്ച അവാർഡ് കിട്ടും. ജീവിതത്തിൽ ഞാൻ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടും? ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസാക്ഷി നഷ്ടപ്പെടും. ലോകം മുഴുവൻ ഞാൻ നേടിയിട്ട് എൻ്റെ മനസാക്ഷി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ഫലം എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ബൈബിള് വായിച്ചിട്ടുണ്ടോ അതോ കേട്ടിട്ടുണ്ടോ? കോട്ടയം കത്തോലിക്കാണോ? അല്ല, ഓർത്തഡോക്സ്. ഓർത്തഡോക്സിൽ ബൈബിൾ ഇല്ലേ? ഉണ്ട്, വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇല്ലേ, കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഉണ്ട്. കാരണം ഡെയിലി പള്ളിയിൽ പോകുന്ന സമയത്ത് കേൾക്കുന്നതാണ് അതൊക്കെ. അപ്പൊ ഞാൻ അഭിനയിക്കുന്നതല്ല. ഇങ്ങനെയല്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അഭിനയിക്കുന്നതല്ല. നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എതിരെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിയുടെ മൊഴി. ഇരുവർക്കും ലഹരിമരുന്ന് നൽകാറുണ്ടെന്ന് കണ്ണൂർ സ്വദേശി തസ്ലിമ സുൽത്താൻ മൊഴി നൽകി. 2 കോടി രൂപ വിലമതിക്കുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഓമനപ്പുഴ തീരദേശ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവും MDMAയും കടത്തുന്ന സംഘത്തിന്റെ മുഖ്യ കണ്ണിയാണ് തസ്ലിമ.